ഹലോ ആൾ. നേര് എന്ന സിനിമ ഇപ്പോൾ വലിയ ഒരു വിജയം നേടി തിയേറ്ററുകളിലൊക്കെ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേരിന്റെ ഈ ഒരു വിജയത്തിന് ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്നത് ആ ഒരു സിനിമയിലെ ക്യാരക്ടേഴ്സ് തന്നെയാണ്. അതിനകത്ത് ഈ ഒരു നേര് എന്ന സിനിമ ഏറ്റവും വലുതായിട്ട് ഏറ്റവും കൂടുതലായിട്ട് എൻഗേജിങ് ആക്കാനായിട്ട് സഹായിച്ച മൂന്ന് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ഒരു മൂന്ന് ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വിധം, ആ ഒരു ക്യാരക്ടേഴ്സ്, ഒന്നാമത്തെ ക്യാരക്ടർ നമ്മുടെ ലാലേട്ടൻ ചെയ്തിരിക്കുന്ന വിജയ് മോഹൻ എന്ന ക്യാരക്ടർ, രണ്ടാമത്തേത് സിദ്ദിഖിക്കയുടെ ക്യാരക്ടർ, മൂന്നാമത്തേത് അനശ്വര രാജൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ. ഈ ഒരു മൂന്ന് ക്യാരക്ടറുകളുടെ പ്രകടനം ഈ ഒരു സിനിമ വിജയമാകാനായിട്ട് വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്ക്രിപ്റ്റിനെ ഉപരിയായിട്ട് ഈ ഒരു ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന രീതി, പ്രത്യേകിച്ച് വിജയ് മോഹൻ എന്ന ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന രീതിയാണ് ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. സോ ഈ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അതോടൊപ്പം ഈ ഒരു നേര് എന്ന സിനിമ ചില ക്ലീഷകളൊക്കെ പൊളിച്ചെഴുതുന്നുണ്ട്. നമ്മുടെ മലയാള സിനിമയിലായാലും ഇന്ത്യൻ സിനിമയിലും ഒക്കെ കണ്ടുവന്നിട്ടുള്ള ചില ക്ലീഷകളൊക്കെ ഈ ഒരു നേര് എന്ന സിനിമ പൊളിച്ചെഴുതുന്നുണ്ട്. അതിനൊക്കെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേര് എന്ന ഈ ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സ്പോയിലേഴ്സ് ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ തുടർന്ന് കാണുന്നവർ അത് മനസ്സിൽ വെച്ചിട്ട് കാണുക. അപ്പോൾ നമുക്ക് ആദ്യം സംസാരിക്കാം, സിദ്ദിഖിക്കയുടെ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കാം. നമുക്കറിയാം സിദ്ദിഖ് എന്ന ആക്ടറിന്റെ ആ ഒരു റേഞ്ച്, അദ്ദേഹം ഏത് റോൾ കൊടുത്താലും പെർഫെക്ഷൻ എന്നൊരു വാക്കുണ്ടെങ്കിൽ ആ ഒരു വാർക്ക് 100% അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെ? ഇപ്പം കോമഡി ആയാലും അതിന്റെ ഒരു 100%, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വില്ലൻ ആയാലും നായകനായാലും ഏത് തരത്തിലുള്ള ഒരു റോൾ കൊടുത്താലും, നായകന്റെ കൂട്ടുകാരനായിട്ടാണെങ്കിലും ഏത് തരത്തിലുള്ള റോളാണെങ്കിലും അതിന്റെ 100% സിദ്ദിഖ് ചെയ്തു വയ്ക്കാറുണ്ട്. സിദ്ദിഖ് എന്ന ആക്ടർ ഏതെങ്കിലും സിനിമയിൽ മോശമായി പോയി എന്ന് പറഞ്ഞ് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഏതെങ്കിലും ഇപ്പോൾ ഒരു തല്ലിപ്പൊളി പടത്തിൽ അഭിനയിച്ചിട്ടാണെങ്കിൽ കൂടി സിദ്ദിഖ് എന്ന ആക്ടർ ബോറായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത് തന്നെയാണ് ആ ഒരു നടൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റേഞ്ച്. നേരെന്ന ഈ സിനിമയിലെ സിദ്ദിഖിക്കയുടെ ക്യാരക്ടർ വരുമ്പോഴത്തേക്കും ലാലേട്ടന്റെ വിജയ് മോഹൻ എന്ന ക്യാരക്ടറിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് സിദ്ദിഖിക്കയുടെ ക്യാരക്ടർ വരുന്നത്. വേണമെങ്കിൽ ഒരു വില്ലൻ ടൈപ്പ് ഓഫ് ക്യാരക്ടർ എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു ക്യാരക്ടറും ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള സിദ്ദിഖിക്കയുടെ പ്രകടനവും അത് ഗംഭീരമായിരുന്നു. ചില സമയത്തൊക്കെ വിജയ് മോഹൻ ബാധിക്കുന്ന ആ ഒരു കേസിനെ വിജയിപ്പിക്കേണ്ടത് പ്രേക്ഷകരുടെ ആവശ്യമായിട്ട് മാറുന്നത് സിദ്ദിഖിക്കയുടെ ക്യാരക്ടറിന്റെ ആ കാണിക്കുന്ന വില്ലനിസം തന്നെയാണ്. ആ ഒരു പ്രകടനത്തിന് 100-ൽ 100 മാർക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ പല സ്ഥലത്തും വിജയ് മോഹൻ എന്ന ക്യാരക്ടർ, ലാലേട്ടൻ അവതരിപ്പിക്കുന്ന ആ ഒരു ക്യാരക്ടർ സിദ്ദിഖിക്കയുടെ മുന്നിൽ തല താഴ്ത്തുന്ന സീൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന സീനിൽ ആളുകൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം ദേഷ്യം സിദ്ദിഖിക്കയുടെ ക്യാരക്ടറിനോട് ആളുകൾക്കുണ്ടായിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. അത് ആ ഒരു നടന്റെ വിജയമാണെന്ന് വേണം പറയാനായിട്ട്. അത് മാത്രമല്ല, ക്ലൈമാക്സ് സീൻ, എല്ലാവരും എടുത്തു പറഞ്ഞിരിക്കുന്ന ക്ലൈമാക്സ് സീൻ അത്രമാത്രം പവർ കിട്ടാനായിട്ടുള്ള ഒരു കാരണവും സിദ്ദിഖിക്കയോട് ആ ഒരു കണ്ടിരിക്കുന്ന പ്രേക്ഷകൻ, സിദ്ദിഖിക്കയോടല്ല, സിദ്ദിഖിക്ക ചെയ്ത ആ ഒരു ക്യാരക്ടറിനോട് കണ്ടിരിക്കുന്ന പ്രേക്ഷകന് തോന്നിയ ഒരു ദേഷ്യം തന്നെയാണ് ആ ഒരു ക്ലൈമാക്സിനെ അത്രയ്ക്ക് പവർഫുൾ ആയിട്ട് തോന്നിക്കാനായിട്ടുള്ള ഒരു കാര്യവും. രണ്ടാമത്തെ ക്യാരക്ടർ അനശ്വര രാജന്റെ ആ ഒരു ക്യാരക്ടറാണ്. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വേഷം എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു അനശ്വര രാജന്റെ കരിയറിലെ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു വേഷം തന്നെ ആയിരിക്കും നേരെന്ന ഈ ഒരു സിനിമയിലേത്. അത്രയ്ക്കും കിടിലം പെർഫോമൻസ് ആണ്. ഇതുവരെ അനശ്വര രാജൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട ആ ക്യാരക്ടേഴ്സിൽ നിന്നൊക്കെ പുറത്ത് ചാടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു നേരിലെ അനശ്വര രാജന്റെ ആ ഒരു ക്യാരക്ടർ. എനിക്ക് ഏറ്റവും അത്ഭുതമായി പോയത്, ഒട്ടും ബോറാക്കാതെ ഈ ബ്ലൈൻഡ് ആയിട്ടൊക്കെ അഭിനയിക്കുന്ന സ്ഥലത്ത് പലരും ഓവറായിട്ട് എക്സ്പ്രഷൻ ഇടുക, അല്ലെങ്കിൽ അതൊക്കെ ഓവറായിട്ട് കാണിക്കാനായിട്ട് ശ്രമിക്കും, അത് വിശ്വസിപ്പിക്കാനായിട്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ വളരെ അനായാസമായിട്ട് തന്നെ ആ ഒരു മാനറിസംസും എല്ലാം ചെയ്യുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഒരു സീനുണ്ട്, ലാലേട്ടൻ വന്ന് നിന്ന് അനശ്വരയെ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കും സംസാരിക്കുന്ന ഒരു സീൻ, യഥാർത്ഥത്തിൽ ശരിക്കും കണ്ണു കാണത്തില്ലേ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അത്രയ്ക്കും ഒറിജിനാലിറ്റി നൽകുന്ന ഒരു സീനായിരുന്നു അത്. ഈ ഒരു സിനിമ മുഴുനീളം ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്ത് പോകാനായിട്ട് അനശ്വരയ്ക്ക് കഴിയുന്നുണ്ട്. അത് തന്നെയാണ് അനശ്വര രാജൻ എന്ന ആ ഒരു ആക്ടറിന്റെ വിജയം എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ ലാലേട്ടൻ ഒപ്പത്തിനൊപ്പം നിന്ന് അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ രസം കൊല്ലിയായി പോകും. തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സീനാണ്, പക്ഷേ അത് പവർഫുൾ ആക്കുന്നത് ലാലേട്ടന്റെയും അനശ്വര രാജന്റെയും ആ ഒരു പെർഫോമൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും അടുത്ത കഥാപാത്രം നമ്മുടെ ലാലേട്ടൻ അവതരിപ്പിച്ച വിജയ് മോഹൻ എന്ന ക്യാരക്ടറാണ്. ഈ ഒരു ക്യാരക്ടർ മലയാള സിനിമയിലെ പല ക്ലീഷകളും പൊളിച്ചെഴുതിയിട്ടുണ്ട്. ഈ ഒരു വിജയ് മോഹൻ എന്ന ക്യാരക്ടർ ഒരു പണിഷ്മെന്റും സസ്പെൻഷനും ഒക്കെ കിട്ടിയിട്ട് അതിനുശേഷം കോടതിയിലേക്ക് വന്നിട്ടും കേസൊന്നും ഇല്ലാതെ പിന്നെ വീട്ടിൽ തന്നെ ചുരുങ്ങിക്കൂടുന്ന ഒരു വക്കീൽ കഥാപാത്രമായിട്ടാണ് വിജയ് മോഹൻ എന്ന ക്യാരക്ടറിനെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു കഥാപാത്രം, ഈ ഒരു കഥാപാത്രത്തിന് ഒരു നഷ്ടപ്രണയം കൂടി ഉണ്ടെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം മലയാള സിനിമയിലൊക്കെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു ബാഡ് കാസ്റ്റ് ഉള്ള ഒരു കഥാപാത്രം ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മലയാള സിനിമകളിലൊക്കെ പൊതുവെ ഒരു മദ്യപാനിയായിട്ടോ അല്ലെങ്കിൽ ദുശീലങ്ങളുള്ള ഒരാളായിട്ടോ ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ വിജയ് മോഹൻ എന്ന ആ ഒരു ക്യാരക്ടർ ഇവിടെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായിരിക്കുകയാണ്. ഈ ഒരു വിജയ് മോഹൻ എന്ന ക്യാരക്ടറിന് യാതൊരുവിധ ദുശീലങ്ങളും ഇല്ല എന്നുള്ളത് മാത്രമല്ല, ആ ഒരു കേസൊന്നും ഇല്ലാതെ വീട്ടിലേക്ക് ചുരുങ്ങേണ്ടി വന്നെങ്കിലും ലോയുമായിട്ടുള്ള ആ ഒരു ബന്ധം
വിജയ് മോഹൻ നഷ്ടപ്പെടുന്നില്ല. ആ ഒരു പ്രൊഫഷനിൽ നിന്നുകൊണ്ട് തന്നെ ലോസ് എല്ലാം അപ്ഡേറ്റ് ആക്കുകയും അതിനകത്ത് കാണിക്കുന്നുണ്ട് ഒരുപാട് ബുക്കുകളൊക്കെ വെച്ചിട്ട് അതിന്റെ നടുവിലേക്ക് കിടക്കുന്ന ഒരു വിജയ് മോഹനെയൊക്കെ കാണിക്കുന്നുണ്ട്. ആ ലോയുമായിട്ടുള്ള ഒരു ബന്ധം എപ്പോഴും കീപ്പ് ചെയ്യുകയും പിന്നെ ആ ഒരു ലോയുമായിട്ട് ബന്ധപ്പെട്ട നിയമോപദേശങ്ങളൊക്കെ ചെയ്തും അങ്ങനെ ഒരു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു വക്കീലായിട്ടാണ് ഈ ഒരു സിനിമയിലെ വിജയ് മോഹൻ എന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതേപോലുള്ള കഥാപാത്രങ്ങളെ തേടിയിട്ട് ഒരു കേസോ ഇപ്പൊ നമ്മുടെ മെമ്മറീസിൽ വരുവാണെങ്കിൽ അത് ഭയങ്കര ഒരു ട്രാജഡി ആണെങ്കിൽ കൂടി അതേപോലത്തെ ക്യാരക്ടേഴ്സിനെ തേടി ഒരു കേസോ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും താല്പര്യമില്ല എന്ന് പറയുന്നത് അത് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. പക്ഷേ ഈ ഒരു വിജയ് മോഹൻ എന്ന ക്യാരക്ടർ ആദ്യമേ ഈ ഒരു കേസ് വേണ്ട എന്ന് പറയുമ്പോഴും അത് ഉള്ളിലെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. താൻ ഈ കേസ് ഏറ്റെടുത്താൽ ആ ഒരു പ്രതിക്ക് ചിലപ്പം ശിക്ഷ ലഭിക്കാതെ പോകാം എന്നുള്ള ഒരു കോൺഫിഡൻസ് കുറവ് മാത്രമാണ് ഈ ഒരു കേസ് ഏറ്റെടുക്കുന്നതിൽ നിന്ന് വിജയ് മോഹനെ മാറ്റി നിർത്തുന്നത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു നഷ്ടപ്രണയം ഉണ്ടെന്ന്. പക്ഷെ ആ ഒരു നഷ്ടപ്രണയം ഈ പല സിനിമകളിലും നമ്മൾ കാണാം, ആ ഒരു നായികയും നായകനും നേർക്ക് നേർ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു എക്സ് പ്രണയിനി നേർക്ക് നേർ വരുമ്പോഴത്തേക്ക് പഴയ പല കാര്യങ്ങളിലേക്കും സിനിമയിൽ തന്നെ ഫ്ലാഷ് ബാക്കും അല്ലെങ്കിൽ അതേ കണക്കത്തെ സീൻസ് ഒക്കെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് അങ്ങനെ യാതൊരുവിധ വികാരങ്ങളും വിജയ് മോഹൻ എന്ന ക്യാരക്ടറിന് ഉള്ളതായിട്ട് ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടില്ല. അത് ആ ഒരു വിജയ് മോഹൻ എന്ന ക്യാരക്ടറിന്റെ സ്ട്രെങ്ത് ആണ് അവിടെ കാണിക്കുന്നത്. ഇത്രയധികം ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അത്രയും സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് വിജയ് മോഹൻ എന്ന ക്യാരക്ടറിനെ കാണിക്കുന്നത്. യാതൊരുവിധ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെയോ മാസ് എലിവേഷൻ സീനുകളുടെയോ ഒന്നും സഹായമില്ലാതെ തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിന്റെ സ്ട്രെങ്ത് വളരെ ബ്രില്യന്റ് ആയിട്ട് ജിത്തു ജോസഫ് ഈ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ബ്രില്യന്റ് ആയിട്ടാണ് വിജയ് മോഹൻ എന്ന ക്യാരക്ടറിനെ ജിത്തു ജോസഫ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വിജയ് മോഹൻ എന്ന ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് ഇനി പല സബ്ജക്റ്റുകളിൽ പല സിനിമകളിൽ കാണാനായിട്ട് സാധിക്കും. കാരണം ആ ഒരു രീതിക്ക് തന്നെയാണ് ജിത്തു ജോസഫ് എന്ന റൈറ്ററും ഡയറക്ടറും ഈ ഒരു വിജയ് മോഹൻ എന്ന ആ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നേരിന്റെ സെക്കൻഡും തേർഡും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വിജയ് മോഹൻ എന്ന ക്യാരക്ടറിനെ പല സിനിമകളിലേക്കും പറിച്ചു നടന്നത് നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കാം. ഇനി ദൃശ്യത്തിനകത്ത് ജോർജ് കുട്ടിയുടെ കേസിൽ വാദിക്കാനായിട്ട് വിജയ് മോഹൻ വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. മണ്ടതരമായി പോയോ? എനിവേ, ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒരു ഗോൾ അടിച്ചെന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും ലാലേട്ടൻ ഈ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചിരിക്കുന്ന രീതി വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. മോഹൻലാൽ എന്ന ആക്ടറുടെ ഈ അടുത്ത് വന്ന സിനിമകളിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ പഴയ ഒരു ലാലേട്ടനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം അത് നേരെന്ന സിനിമയിലെ വിജയ് മോഹനിൽ ലാലേട്ടൻ അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഇന്റർവൽ സീൻ, അതിനകത്ത് നമുക്ക് ഒരു മോസ്റ്റ് പവർഫുൾ ലാലേട്ടനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഡയലോഗ് ഡെലിവറിയുടെ സമയത്ത് നമ്മൾ കൈയടിച്ചു പോകും. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സീനായിരുന്നു അത്. പിന്നീട് ക്ലൈമാക്സ് സീൻ, അതിനകത്ത് ജസ്റ്റ് ഒന്ന് കണ്ണ് നനഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന സീനാണ്. അത് തിയേറ്ററിൽ പോയി കണ്ട് തന്നെ അനുഭവിക്കേണ്ട ഒരു സീനാണ്. ശരിക്കും തരിച്ചിരുന്ന് പോകുന്ന ഒരു സീൻ, ജസ്റ്റ് ഒരു സിമ്പിൾ സീനാണ്. പക്ഷെ അത് ആ ഒരു അതിനകത്ത് വന്നിരിക്കുന്ന ആക്ടേഴ്സിന്റെ ബ്രില്യൻ പെർഫോമൻസ് എന്ന് തന്നെ പറയണം. അതുകൊണ്ട് തന്നെ അത് നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് അത് സിനിമയെ തന്നെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തിരിച്ചു വന്ന ഈ ഒരു ലാലേട്ടന്റെ ഒരു അംശം പോലും നഷ്ടപ്പെടാതെ നമുക്ക് ജനുവരി 25-ാം തീയതി മലൈക്കോട്ടെ വാലിബൻ എന്ന ബ്രഹ്മാണ്ഡ സിനിമയിൽ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ, നിങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കമന്റ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ഞാൻ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.